മതമുള്ളവനും മതമില്ലാത്തവനും ഒരേപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ മഹാരാജ്യം. ആ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഒരു പ്രത്യേക ശക്തി, ഒരു വർഗീയ ശക്തി അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ, സംഘപരിവാറിന്റെ ശക്തി അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കാൻ തുടങ്ങി. സംഘപരിവാറും RSSും BJP ഇവര് പച്ചയായിട്ട് വർഗീയത പറയുന്ന ആളുകളാണ്. വർഗീയത പറയുന്നവര് പച്ചയ്ക്ക് വർഗീയ പറയുമ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചിലത് പറയണ്ടേ സാർ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. മിവ പറഞ്ഞത് എന്തോ ഒരു പ്രത്യേക ശക്തി സംഘപരിവാർ അധികാരത്തിൽ വന്നോടുകൂടി ഇന്ത്യയിൽ. മിവ അല്പം കൂടി ചരിത്രം പഠിക്കണം. മതത്തിന്റെ പേരിൽ കോടിക്കണക്കിന് മനുഷ്യരെ തെരുവിൽ കുരുതി ചെയ്ത ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അന്ന് ഇവിടെ BJP RSS ഒന്നും അല്ല ഭരിക്കുന്നത്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? 2, ഷാബാനു കേസ് എന്ന് പറയുന്നൊരു കേസ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായതിന് ശേഷമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇത്രയേറെ മതവൽക്കരിക്കപ്പെട്ടത്. ഷാബാനു എന്ന് പറയുന്ന സ്ത്രീക്ക് ഭർത്താവ് ജീവനാംശം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ അതിനെതിരെ നിയമനിർമ്മാണം നടത്തിയ ആളുടെ പേര് രാജീവ് ഗാന്ധി എന്നാണ്. ഇപ്പോ ഈ സാഹചര്യത്തില് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ശുപാർശകളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഇട്ടുകൊടുത്ത PM ശ്രീ പദ്ധതിയാണ്. 2025 ആദ്യഘട്ടം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത് രാജ്യത്തിന് അപകടമാണ് എന്നാണ്. ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയും പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുമായിട്ടുള്ള അദ്ദേഹം ഒരു ചത്താലും അതിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. ഈ പറയുന്നത് പോലെ ഈ ശിവൻകുട്ടി ഒപ്പിട്ടപ്പോഴല്ല PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പായത്. PM ശ്രീ പദ്ധതി ഓൾറെഡി കേരളത്തിൽ നടപ്പായിട്ടുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ല. സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന സ്കൂളുകളെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠ സാറിന് അറിയാം 5 KV സ്കൂളുകളുണ്ട് അല്ലേ? അതിൽ പട്ടം KV എന്നുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ കേന്ദ്രീയ വിദ്യാലയമാണ്. CPM-കാരുടെ മക്കൾ അവിടെ പഠിക്കുന്നില്ലേ? കോൺഗ്രസ്സുകാരുടെ മക്കൾ അവിടെ പഠിക്കുന്നില്ലേ? അവിടെ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ട് 2 വർഷമായി. അവരെല്ലാം വർഗീയവാദികളായോ? വിദ്യാലയങ്ങളിലെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് സാർ. അല്ല, PM ശ്രീ പദ്ധതി ഓൾറെഡി നടപ്പാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നടപ്പായിട്ടുണ്ട് മോളെ, ചിലയിടങ്ങളിൽ നടപ്പായിട്ടുണ്ട്, ചിലയിടങ്ങളിൽ നടപ്പായിട്ടുണ്ട് മോളെ, ചിലയിടങ്ങളിൽ നടപ്പായിട്ടുണ്ട്. ഇന്ത്യയില് ഈ മതം എന്ന് പറയുന്ന സാധനം, അതായത് അന്യമതസ്ഥരെ അവരുടെ നന്മ എന്താണ്, അല്ലെങ്കിൽ അവരെ എങ്ങനെ അവരോട് നമുക്ക് എങ്ങനെ വെറുപ്പുണ്ടാക്കാം എന്ന് വളരെ സ്ട്രക്ചറലായിട്ട് കാലങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് ഈ ഒരു അവസ്ഥയിലെത്തിയതാണ്. ഞാനെന്താണ് മോനെ വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഒരു സ്വാമി ലക്ഷ്മണാനന്ദ, അദ്ദേഹം 80 വയസ്സുള്ള ഒരു സ്വാമി. ആ സ്വാമിയുടെ കൂടെ ഉള്ള അംഗരക്ഷകൻ ഒരു രാത്രി കാണുന്നില്ല. പിറ്റേന്ന് സ്വാമി മരിച്ചതായി കണ്ടു. ഈ സ്വാമിയുടെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് 48 മണിക്കൂർ നീണ്ട ശവമഞ്ച ഘോഷയാത്ര നടത്തി. ആ ഘോഷയാത്ര നടത്തിയപ്പോൾ ഉടനീളം പറഞ്ഞത് ക്രിസ്ത്യാനികളാണ് കൊന്നതെന്നാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? 395ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിച്ചു. മനോഹരമായ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ലക്ഷ്മണാനന്ദ എന്ന് പറയുന്ന അംഗരക്ഷകരെ കാണാതെ പിറ്റേ അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ലക്ഷ്മണാനന്ദ സരസ്വതി 2008 കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 4 അംഗരക്ഷകരെ AK-47 റൈഫിൾ ഉപയോഗിച്ച് വെടിവെച്ചു കൊന്നു. 4 പെൺകുട്ടികളെ കൊന്നു. തട്ടിപ്പാണല്ലേ. 2009 ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെടുന്നു. ഇത് ഇദ്ദേഹം പറഞ്ഞ കേട്ടാ എന്താ വിചാരിക്കുന്ന? എന്താ ആദ്യം ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നു, പിന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തെ, ഇവിടെ വന്നിരുന്നിട്ട് വർഗീയത ആളിക്ക് കത്തിക്കരുത്. കേരളത്തിൽ വന്നിരുന്നത് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. 2008 ലക്ഷ്മണാനന്ദ കൊല്ലപ്പെടുന്നു, 2009 ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലം. എന്താ അത് പറയാത്ത? എന്താ ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ട 2008 2009 ഗ്രഹാം സ്റ്റെയിൻസ്. രണ്ടായാലും കൊലപാതകമാണെന്ന് പറയാതെ സെലക്റ്റീവായിട്ട് പറയുന്നത് ആ മതേതരത്വം മടക്കി 4 കൈവച്ചാൽ മതി. താങ്കൾ ഇവിടെ കരോൾ ആക്രമിച്ചെന്ന് പറഞ്ഞല്ലോ. DYFI-ക്കാര് ഒരു രാത്രി മുഴുവൻ കരോൾ സംഘത്തെ അടിച്ച് അതിനകത്തിട്ട് കുറിച്ചിയിലെ സജീവോത്തമപുരം എന്ന് പറയുന്ന പട്ടികജാതി കോളനി, SK എന്നറിയാവുന്ന കോളനി പൂട്ടിയിട്ടു, മർദ്ദിച്ചു. ഇദ്ദേഹം കണ്ടില്ലായിരുന്നോ? എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലുകുത്തി നാട്ടണത്? ഞാൻ വരുന്ന മാവേലിക്കരയിൽ നിന്നാണ്. ചാരിമൂട്ടിൽ ഈ ക്രിസ്മസിന് DYFI-ക്കാര് ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിച്ചു. അപ്പോ അക്രമം എവിടെയും ഉണ്ടാവും സുഹൃത്തെ. അതൊന്നും മുഴുവൻ RSS-ന്റെ തലയിലോട്ട് കെട്ടിവെച്ചിട്ട് മതേതരവാദി ഒന്നും ചമയണ്ട. ഞങ്ങൾക്ക് ആ പട്ടം വേണ്ട.
ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങളെ ഇവിടെ ഏറിയല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞത്? ലക്ഷ്മണാനന്ദ സരസ്വതി കൂട്ടത്തിലുണ്ടായിരുന്ന അംഗരക്ഷകരെ കാണാനില്ല, അവര് പിന്മാറി. പിറ്റേന്ന് അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ആഹാ, എന്തൊരു ലളിതമായ നിസാരവൽക്കരണം. ഒരു മര്യാദ വേണ്ടേ? സാർ, രണ്ടും കൊലപാതകം എന്താ പറയാത്തത്? ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ടതിനെ പറ്റി അത് ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണെന്ന് പോലും സമ്മതിക്കാത്തവരാണ്. ഒന്ന്, ഇന്ത്യയിൽ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുന്നത് അയാളെ തൂക്കിക്കൊന്നില്ലേ? ഞങ്ങൾ എന്തിനാ സമ്മതിക്കുന്നത്? കണ്ടോ, എന്തെങ്കിലുമൊക്കെ പറയുവാണ്. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്? ഇന്ത്യയിൽ മോദി വന്നതിന് ശേഷമാണ് വർഗീയ കലാപങ്ങൾ. അല്ല, മോദി വരുന്നതിന് മുമ്പ് വർഗീയ കലാപങ്ങൾ RSSന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. 25-ലാണ് RSS ഉണ്ടായത്. 921-ലാണ് മലബാർ കലാപം ഉണ്ടായത്. ദുരവസ്ഥ വായിക്കണം കുമാരനാശാന്റെ, അപ്പൊ മനസ്സിലാവും. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. മെയ്ത്തി കുക്കി സംഘർഷമാണെങ്കിൽ മെയ്ത്തിയുടെ പള്ളി ആക്രമിക്കപ്പെടൂല. പള്ളി ആക്രമിക്കപ്പെട്ടു. മനസ്സിലായി. മെയ്ത്തി കുക്കി സംഘർഷമാണെങ്കിൽ മൈത്ര പള്ളി ആക്രമിക്കപ്പെടില്ലേ? ആക്രമിക്കപ്പെടുമല്ലോ. നിങ്ങൾ രണ്ടുപേർ സംഘർഷം അവർ ആക്രമിക്കപ്പെടില്ലേ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അദ്ദേഹം പറഞ്ഞ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഞാൻ ഇനി ഒന്നും പറയേണ്ടതില്ല. കാരണം എന്താ, ക്രിസ്ത്യാനികളാണ് രണ്ടു കൂട്ടരും. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളോട് തമ്മിലടിച്ചതാണ്. ഗോത്രവർഗ്ഗക്കാർ കൺവേർട്ട് ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികളാണ്. ഇതന്നെ ഞാനും പറഞ്ഞുള്ളൂ. രണ്ട് ഗോത്ര വിഭാഗങ്ങളാണ് തമ്മിൽ സംഘർഷം. അതിനകത്ത് മത ഇറലവന്റ് ആണ്. ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്ത് തുണിയും യാതൊരു സാധനവും ഇല്ലാതെ വെറും നഗ്ന സന്യാസിമാർ കയറി ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചത് എന്തുകൊണ്ടാ? അത് അവരോട് ചോദിക്കണം. അത് അവരോട് ചോദിക്കല്ല, താങ്കളാണ് പറയണ്ടേ. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. താങ്കൾ ഒരു മതത്തെ സാധൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ മറുപടി പറയാൻ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയാ പോരാ. മനസ്സിലായോ? അതുപോലെ നരേന്ദ്രമോദി ഇവിടെ അടൽ ബിഹാരി വാജ്പേയി അത് വെച്ചാൽ ജനസംഘം വന്ന് BJP-യിലേക്ക് വരുമ്പോൾ ഇവിടെ 2 പേരാണ് BJP-ക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്നേ. അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. ഇവിടെ രാമന്റെ പേര് പറഞ്ഞ് അല്ലെ മഹാഭാരത കഥ പറഞ്ഞ് ഒരു സീരിയൽ ഇവിടെ വന്നു. ആ സീരിയലിന് ശേഷമാണ് ഇവിടെ ബാബരി മസ്ജിദ് പൊളിഞ്ഞത്. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. വിദ്യാഭ്യാസത്തിൽ മതം കലർത്താൻ പാടില്ല. മതം എന്ന് പറയുന്നത് KM ഷാജി പറഞ്ഞ ഒരു കാര്യത്തെ ഉദ്ധരിക്കാം, മതമാണ് പ്രശ്നം. ഇതൊക്കെ ചെയ്യാതെ പിടിച്ചെടുക്കാൻ പറ്റില്ല. മൗദൂദിയുടെ ആശയമാണ് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളത്. ആ ആശയമുള്ള ഇന്ത്യയിലെ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തത് ആരാ കൊടുത്തത്? PD സതീശൻ, പിണറായി വിജയൻ. കറക്റ്റാണ്, 2 പേരുകളും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഇത് ഒരു മുസ്ലിം മതരാഷ്ട്രമാക്കണമെന്ന്. RSS പറയുന്നു ഇത് ഹിന്ദു മതരാഷ്ട്രമാണെന്ന്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അത് താലിബാനിൽ ഇന്നലെ ഒരു നിയമം വന്നിട്ടുണ്ട്. നിയമവിധേയമാക്കിയിട്ടുണ്ട് താലിബാനിൽ. സന്ദീപ് പറഞ്ഞത്, സന്ദീപ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്, ഒക്കെ ശരിയാണ്. അത് BJP-യുടെ സമ്മേളനത്തിലോ മീറ്റിംഗിലോ പോയി പറയാം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്ന്. ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ചേർന്നാണ് ഈ രാജ്യത്തെ വിഭജിച്ചത്. ആ മുസ്ലിം ലീഗുകാരന്റെ കയ്യിൽ നിന്ന് മതേതരത്വം പഠിക്കേണ്ട ഗതികേട് എന്തായാലും BJP-കാരനും ഈ നാട്ടുകാർക്കും ഇല്ല. എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം.